മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യണത് എന്താ വെച്ചിട്ടാ, നാളെ റബ്ബിൽ അവ്വലല്ലേ. അപ്പം നാളെ രാവിലേക്കുള്ള ചായയും കടി ഇന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. ഇന്ന് ഉണ്ടാക്കി വെക്കുക വെച്ചാൽ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള പത്തിരിക്കുള്ള വെള്ളം ഇതാ വെച്ചിരുന്നു. പൊടി ഞാൻ കവറിലാക്കി വെച്ചിട്ടുണ്ട്. പൊടിപ്പിച്ച് കൊടുന്ന പൊടിയായിട്ടില്ല, അരിപ്പൊടിയാണ്. പച്ചരി പൊടിപ്പിച്ച് കൊടുന്ന അരിപ്പൊടിയാണ്. ഞാനൊരു കവറിൽ എടുത്തേക്കുന്നുള്ളൂ. അപ്പോൾ നാളെ രാവിലെ ഇവർക്ക് നേരത്തെ പള്ളിയിൽ പോകേണ്ട ദിവസമാണ്. 7:30 പോകും. അപ്പോൾ 7:30 പോകുമ്പോഴേക്കും എനിക്ക് ചായയും കടിയാവില്ല നേരത്തെ. അപ്പം ഞാൻ ഇന്ന് തുടങ്ങണം. ഇന്ന് പത്തിരി വാട്ടി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നാളെ രാവിലെ നേരത്തെ എണീച്ച് നേരത്തെ വെച്ചാൽ 4 മണിക്ക് നീക്കും. റബ്ബിൽ അവ്വലിൻ്റെ ഇന്നും നേരത്തെ 4 മണിക്ക് നീക്കും. 4 മണിക്ക് നീച്ചിട്ട് ഓത്തും പാട്ടും നിസ്കാരം എല്ലാം കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് വന്നിട്ട് അടുക്കളയിൽ കയറുള്ളൂ. അപ്പോൾ പത്തിരി നാളെ ചുടാച്ചിട്ടാണ് ഇന്ന് പരത്തിയിട്ട് ഫ്രിഡ്ജിൽ നേരെ ടപ്പിയിലാക്കി അടച്ചേക്കുക. എന്നിട്ട് നാളെ എടുത്തിട്ട് ചുടുക. ഇന്നതാണ് എൻ്റെ പണി. നാളെ ഇവർക്ക് റാലിക്ക് പോകേണ്ടത്, മോനിക്കും കാക്കുനും റാലിക്ക് പോകാണ്ട് പള്ളിയിലേക്ക്. അപ്പം നേരത്തെ പോകും. കുളിയും കുറിയൊക്കെ കഴിഞ്ഞ് രാവിലെ 7 മണിക്കൊക്കെ പോകും. അപ്പോഴേക്ക് എനിക്ക് ചായയും കടിയാവും. അപ്പം എന്നും ഞാൻ അങ്ങനെ തന്നെ, മക്കൾ മദ്രസ പഠിക്കുന്ന കാലത്തും തന്നെ ഞാനിങ്ങനെ തന്നെ ചെയ്തു തരുന്നത്. നേരത്തെ തലേന്ന് ഉണ്ടാക്കി വെക്കും. രാവിലെ അവർക്ക് മദ്രസയിലേക്ക് പോകുമ്പോഴേക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഇന്നും ഞാൻ അങ്ങനെ ചെയ്യണത്. എന്നും ഞാൻ അങ്ങനെ ചെയ്യല്, അല്ലെങ്കിൽ എൻ്റെ പണികൾ ഒരുങ്ങില്ല. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്യും. ഇങ്ങനെ തലേന്ന് ചെയ്ത് വെക്കും. ഇന്ന് പത്തിരി ചുടാനാണ്. ഇപ്പം അങ്ങനെ വെള്ളം അധികമാണ് തോന്നുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് മുക്കി വെക്കാനാണ്. ഇതാ വെള്ളം തിളച്ചു, വാട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് അങ്ങനെ ഇതാ വാട്ടൽ കഴിഞ്ഞു. ഇതാ ഇനി കുഴക്കാൻ തുടങ്ങണം. ഇപ്പോൾ വാട്ടിയിട്ടുണ്ട്. വാങ്ങി വെച്ചിട്ടാണ് വീട്ടിൽ. ഇതാണ് നാളെ രാവിലേക്കുള്ളതാണ്. നാളെ രാവിലെ നേരത്തെ പോകും മക്കൾ, മോനും കാക്കും. അപ്പം നേരത്തെ പോകുമ്പോഴേക്കും എനിക്ക് ചായയും കടിയാണ്. കുഴച്ച് വെച്ചിട്ട് എന്താ പത്തിരിക്കുള്ളത് മാവ് കുഴച്ച് വെച്ചിരുന്നു. പത്തിരി പരത്തൽ കഴിഞ്ഞു. ഇനി ഒന്നും കൂടിയുള്ളൂ. ഇതായി ഒന്നും കൂടി തന്നെയുള്ളൂ. ഈ സ്ലൈം ഇട്ടിട്ട് തന്നെ ഞാൻ പത്തിരി പരത്തുക. എനിക്ക് കടപ്പ കല്ലുകളൊക്കെ ഉണ്ടായിമെന്ന് ഞാൻ പരത്തലില്ല. എനിക്ക് ഈ സ്ലൈം ഇട്ട് പരത്താൻ ഇഷ്ടം. അപ്പം ഞാൻ ഈ സ്ലൈമിനെ ഇവിടെ തന്നെ കുഴക്കുകയും ചെയ്യും, ഇവിടെ തന്നെ പരത്തുകയും ചെയ്യും. ഇതാ പത്തിരി പരത്തൽ കഴിഞ്ഞു. ഇനി ഞാൻ നാളെ ചുടലും, നാളത്തെ കറി എന്താണെന്ന് ഉറച്ചിട്ടില്ല. ചിലപ്പോൾ മുട്ടക്കറിയാവും, അതല്ലെങ്കിൽ ഒന്നും ഉറച്ചിട്ടില്ല. അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ നാളെ എടുത്തിട്ട് നാളെ കാണിച്ചു തരാം. ശരി എന്നാൽ ഓക്കെ. ഇത് ഇനി നല്ലോണം അമ്പേണ്ട അടച്ച് വെച്ചിട്ട്, നല്ല നേരെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് തട്ടില്ലല്ലോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി നാളെ രാവിലെ എടുത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷമാണ് ചുടുള്ളൂ. നല്ല അമ്പ അടച്ച് വെച്ചിരുന്നു. അമ്പേണ്ട അടച്ച് വെച്ച് കാറ്റ് കിടക്കാത്ത രീതിയിൽ, തണുപ്പ് തിറക്കാത്ത രീതിയിൽ നല്ല അമ്പ അടച്ച് വെച്ചിട്ട് വേണം വെക്കണമെങ്കിൽ. എന്നിട്ട് നാളെ എടുത്തിട്ട് നമുക്ക് ചുടാം. അതാണ്. എന്നാൽ ശരി. പത്തിരി ബോട്ടിയാണ് അല്ലേ. ഇത് ബോട്ടി വരട്ടാൻ തുടങ്ങുകയാണ്. എന്താ ബോട്ടി പുഴുങ്ങിക്കണം. മഞ്ഞളും ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് ഇതാ ഉള്ളി വാടി തക്കാളി അരവും ഇടുകയാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടിയും ചതച്ചാണ് ഇടുന്നത്. മുളകും പൊടി ഇട്ടു. ഇത് കുരുമുളകും പെരുംജീരകം കൂടിയും പൊടിച്ച് 1/2 സ്പൂൺ, 3/4 സ്പൂണോളം ഇട്ടിരുന്നു. പിന്നെ കൂടുതലിട്ടിരുന്നു. അത് ഇളക്കി മസാലയൊക്കെ ഇളക്കിയിട്ട് ഇത് ഇങ്ങനെ വയ്ക്കുന്നു. അതിൽ വെള്ളമൊന്നും പാർന്നിട്ടില്ല. ഇനി ഈ ബോട്ടി അതിൽ കണ്ടിട്ടിട്ട് അങ്ങോട്ട് നല്ലോണം ചൂടാക്കുക. ബോട്ടി ചൂടുണ്ട്. ഇപ്പോൾ വാങ്ങിച്ചിട്ടാൽ നല്ലോണം ഉണ്ട്. ബോട്ടി അതിലിട്ടിട്ട് ഇളക്കി കൊടുത്തൊന്നും ലേശം നേരം അടുപ്പത്ത് വെക്കുക. വെള്ളം കുറവാണ് വെക്കുന്നത്, വെള്ളം കൂടുതൽ വെക്കണില്ല. ഇന്ന് ബോട്ടിയാണ്. ബോട്ടി അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ബോട്ടിയും പത്തിരിയാണ് ഇട്ടില്ലേ.
അതൊന്ന് രാവിലെ എന്താ റബ്ബിൽ അവ്വലല്ല, ഇപ്പോൾ രാവിലെ റാലിക്ക് മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് വേഗം ചെയ്യണം. പത്തിരി ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചു. നല്ലോണം ഇളക്കി അങ്ങനെ ഇതാ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് നല്ല ചുവപ്പ് നിറമുണ്ട്. ഇതാ ഇന്നത്തെ റെസിപ്പി ഇതാണ്, പത്തിരിയും ബോട്ടിയും. നമുക്ക് ബോട്ടിയിൽ തീരെ വെള്ളമില്ലാതെ വെച്ചിക്കണം. തീരെ വെള്ളമില്ലാതെ വരട്ടിയിൽ വരെ വെച്ചിക്കണം. അതിനൊന്ന് ബോട്ടിയും പത്തിരി ഇന്നത്തെ ഭക്ഷണം, രാവിലത്തെ ചായയും കടിയെല്ലാം. ഇതാണ് ഇന്നത്തെ ചായയും കടി, പത്തിരിയും ബോട്ടിയും. ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല. ബോട്ടി ആയിട്ടില്ലേ, ഇതാ ബോട്ടിയായി.